ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു സ്മൂത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവോക്കാഡോ സ്മൂത്തി ആരോഗ്യത്തിന് വളരെ ഗുണകരവും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടൊരു സ്മൂത്തിയാണ് അവോക്കാഡോ സ്മൂത്തി. ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് വെച്ചാൽ, നന്നായി പഴുത്ത അവോക്കാഡോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടായി കട്ട് ചെയ്ത് അതിൻ്റെ സീഡ് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് നന്നായി പഴുത്തതായതുകൊണ്ട് ഇതിൻ്റെ തൊലി പീൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതല്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ എടുത്താൽ മതി അവോക്കാഡോനകത്തെ ഫ്ലഷ്. ഇതിപ്പോൾ നന്നായി പഴുത്തതുകൊണ്ട് അങ്ങനെ എടുക്കേണ്ടി വരത്തില്ല. അതിങ്ങനെ പീൽ ചെയ്തെടുത്താൽ മതി നമുക്ക്. പിന്നെ ഇതിനോടൊപ്പം സ്മൂത്തി ആക്കാനായിട്ട് ഞാൻ പഴം എടുത്തിട്ടുണ്ട്. അതിപ്പം നമുക്ക് പൂവമ്പഴമോ അല്ല ഞാലിപ്പൂവമ്പഴമോ റോബസ്റ്റ പഴമോ ഏതാണോ അവൈലബിൾ നന്നായി പഴുത്ത പഴം നോക്കിയെടുക്കണം. അപ്പം നമുക്ക് ഈ സ്മൂത്തിക്ക് ഒന്നും കൂടി കട്ടിയായി കിട്ടും. പിന്നെ മധുരത്തിന് പഴവും ചേർക്കാം. ഞാനിവിടെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 ബദാം വെള്ളത്തിൽ കുതിർത്ത് തൊലി കളഞ്ഞതും, പിന്നെ ഒരു ഗ്ലാസ് നല്ല തണുത്ത പാലും. അത് കാച്ചിയ പാൽ തണുപ്പിച്ചെടുത്തോ അല്ലെങ്കിൽ കാച്ചാത്ത പാൽ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്നിട്ട് കട്ട് ചെയ്ത അവോക്കാഡോ നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ആ പാലും കൂടെ ഒഴിച്ച് നന്നായി പ്യൂരിയാക്കി എടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഏലക്ക പൊടിച്ചതും അതിനോടൊപ്പം തന്നെ നമ്മുടെ കറുവാപ്പട്ടയും കൂടി ഇട്ട് അതും കൂടെയാണ് ഒരു 1/2 ടീസ്പൂണോളം ഇതിലേക്ക് ചേർക്കുന്നത്. ഇതും കൂടെ കൂട്ടി നന്നായി അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മൂത്തി റെഡിയായി. ഇത് നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേനും ആഡ് ചെയ്യാം. മധുരം കുറവാണ് എങ്കിൽ. അതുമാത്രമല്ല, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യാം. തേൻ വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. ഈ മധുരത്തിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേനും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് മതിയായിരിക്കും. കുറച്ച് തേനും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡും കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ചിയാ സീഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് അതൊക്കെ കൂടിയാകുമ്പം നമുക്ക് ഈ സ്മൂത്തിക്ക് ടേസ്റ്റ് കൂടും. അങ്ങനെ സ്വാദിഷ്ടമായ അവോക്കാഡോ സ്മൂത്തി നമുക്ക് റെഡിയാക്കാം. ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് അവോക്കാഡോ. പിന്നെ ഈ ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഇതുപോലെയുള്ള സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ മതി. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് അവോക്കാഡോയ്ക്ക് കഴിയുന്നുണ്ട്. അപ്പം നല്ല സ്വാദിഷ്ടമായ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അതുമാത്രമല്ല, ചിയാ സീഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.